ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഈദൊക്കെ വരാനുള്ളതല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. നല്ലൊരു ബിസ്ക്കറ്റ് വെച്ച് ഒരു അടിപൊളി പുഡിങ്ങാണ്. തീ പോലും കത്തിക്കാതെ ഉണ്ടാക്കിയ നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫ്രഷ് ക്രീമാണ് വേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പോളം ഫ്രഷ് ക്രീമാണ് എടുത്തത്, ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വിപ്പിംഗ് പൗഡറാട്ടോ യൂസ് ചെയ്തത്. എൻ്റെ കയ്യിൽ ക്രീമില്ലാത്തത് കൊണ്ട് ഞാൻ പൗഡറാണ് എടുത്തത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാരമലിൻ്റെ ഇങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലോ, വനില ഫ്ലേവർ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ആ പൗഡറല്ലേ, അത് ഫുള്ളായിട്ടൊരു പാക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്രീം ചീസാണ്. ക്രീം ചീസ് ഞാൻ 5-6 ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്രീം ചീസിൻ്റെ ക്രീമാണ് ഉള്ളതെങ്കിൽ 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ് മിൽക്ക്, മധുരത്തിന് ആവശ്യത്തിന് കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെനില എസൻസ് ഒഴിച്ച് കൊടുക്കണം. ഞാനിതിൽ കാണിച്ചിട്ടില്ല, വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂൺ വെനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അത് എവോപ്പറേറ്റഡ് മിൽക്കില്ലേ, അതാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തത്, ഒരു 1/4 കപ്പ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ സാധാ ഫ്രഷ് മിൽക്കാണെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഒന്നും ചെയ്യാനില്ല, കുറച്ച് തേനൂടി ഒഴിച്ച് കൊടുത്താൽ നന്നൊരു സ്പൂൺ കേട്ടോ. ഓപ്ഷനിലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക, ഒരു സ്പൂൺ തേന്. ഇനി നന്നായിട്ട് നമ്മൾ ഈ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നല്ല ഫ്ലഫി ആയി കിട്ടും, നല്ല ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് ഈ ക്രീമിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ ബിസ്ക്കറ്റ് മതി ഇതിന് നമുക്ക് തയ്യാറാക്കാൻ. തീ പോലും കത്തിക്കേണ്ട ഈ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതാ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് നമ്മളൊരു പേക്ക് എടുത്ത് പൊട്ടിച്ച് നമ്മളിതാ ഇങ്ങനത്തെ ഒരു കവറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് ആ പൊടിച്ച ബിസ്ക്കറ്റില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീമിലേക്ക്. എന്നിട്ട് നന്നായി മിക്സാക്കി മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറിയ ബൗളിൽ ഒരു 1/2 കപ്പ് പാലെടുക്കുക. നമുക്ക് എന്താണ് ബിസ്ക്കറ്റ് ഒന്ന് കുത്തിയിട്ട് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന ട്രേ എടുക്കുക. ഞങ്ങൾ ഏത് ട്രേയിലാണോ ഉണ്ടാക്കുന്നത് അതെടുത്ത്, ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു റെക്റ്റാങ്കിൾ ടൈപ്പുള്ള ട്രേ ആണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് നമ്മളെ ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് പാല് കുതിർത്ത് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക കേട്ടോ. പാലൊന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് അതിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ഈ ബിസ്ക്കറ്റാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തത്. അപ്പോൾ അത് ഫസ്റ്റ് ലെയർ ഇതാക്കുന്ന ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 3-4 ലെയർ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കട്ടോ. ഞാനിപ്പോൾ 2 ലെയർ ബിസ്ക്കറ്റേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 3 ലെയറൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ കാണാനുണ്ടാവും. നിങ്ങൾ പെരുന്നാളിനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം എല്ലാവരും കഴിക്കാനൊക്കെ വരുമല്ലോ, അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റാണ്, ഇത് പെട്ടെന്ന് കാലിയാവും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. ഇനി അടുത്ത ലെയർ ഇതാ വീണ്ടും ഞാൻ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മളെ ക്രീമും എടുക്കട്ടോ. ഞാനിപ്പോൾ ആ ക്രീം ഉണ്ടാക്കിയത് 3 ലെയറിൻ്റെ ക്രീമാണ്. ക്രീം കുറച്ച് ബാക്കിയുണ്ടായി, എനിക്ക് ഞാൻ വേറൊരു ചെറിയൊരു പാത്രത്തിലൂടെ സെറ്റാക്കിയിട്ടുണ്ടോ. അപ്പോൾ അതാ അതിൻ്റെ മുകളിൽ ഞാൻ ക്രീം ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റ് പൊടി ഇല്ലേ, ബിസ്ക്കറ്റ് പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഡെക്കറേഷന്. ഇനി നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കട്ടോ, പിസ്തയൊക്കെ. അപ്പോൾ ഞാൻ നട്ട്സൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഈ ബിസ്ക്കറ്റിൻ്റെ പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തത്. ബിസ്ക്കറ്റ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ഒന്നും ചെയ്യാനില്ല, 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക, താഴെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. ഈ ഇതിനുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അതാ ഞാൻ തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അടിപൊളിയായിട്ടത് കട്ട് ചെയ്തിങ്ങനെ എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് കഴിക്കുക. നല്ല ക്രീമി ആയിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോണ ടേസ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെക്കാനും മറന്നു പോയത് കേട്ടോ. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. എൻ്റെ മറ്റ് റെസിപ്പികൾക്കൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് റെസിപ്പി ഇട്ടിട്ടുണ്ട്, എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല റെസിപ്പികളാണ്. നിങ്ങളൊരു ടൈം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്ന റെസിപ്പികളാട്ടോ. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. ബൈ.